ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എലിജിയസിനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ്. അതിൽ 4th മൊഡ്യൂളിലെ കുറച്ച് അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിലോട്ട് കിടക്കാം. 8ാം ക്ലാസ്സിലെ പാഠം 6 ഭൂപടങ്ങൾ വായിക്കാം. പൊതുഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിലെ ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ഭൂപടങ്ങൾ വായിക്കാം. നോക്കാം, ക്ലാസ്സിലോട്ട് കടക്കാം. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. അപ്പോൾ പ്രത്യേക വിഷയങ്ങൾ, ഒരു തീമുമായി ബന്ധപ്പെട്ട ഭൂപടങ്ങളാണ് എന്ത്? തീമാറ്റിക് ഭൂപടങ്ങൾ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. ഏതെല്ലാമാണ്? ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. അപ്പോൾ ഭൗതിക ഭൂപടത്തിന് ഉദാഹരണം ഏതാണ്? ജ്യോതിശാസ്ത്ര ഭൂപടമാണ്. ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് സൈനിക ഭൂപടം. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം സൈനിക ഭൂപടം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളെ രണ്ടായി തിരിച്ചു. ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ക്ലിയർ ആണല്ലോ? അടുത്തത് തോതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ്? തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കുന്നു. ചെറിയ തോത് ഭൂപടങ്ങൾ അഥവാ സ്മാൾ സ്കെയിൽ മാപ്സ് ഏതൊക്കെയാണ്? സ്മോൾ സ്കെയിൽ മാപ്സ് ഏതെല്ലാമാണ്? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ തോതിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ചെറിയ തോത് ഭൂപടങ്ങളാണ് അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടവും. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്നിവ ചെറിയ തോത് ഭൂപടങ്ങളാണ്. അപ്പോൾ വലിയ തോത് ഭൂപടങ്ങൾ ഏതെല്ലാമാണ്? കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. എന്താണ്? വലിയ തോത് ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം എന്നിവ. നോക്കാം, ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. അപ്പോൾ എന്താണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ? ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാമഭൂപടങ്ങൾ അഥവാ വില്ലേജ് മാപ്സ് കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. ഗ്രാമഭൂപടങ്ങൾ അഥവാ വില്ലേജ് മാപ്സ് കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന സമഗ്ര സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടങ്ങൾ. അപ്പോൾ എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന സമഗ്ര സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൂപട തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളുണ്ട്. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളാണ് പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. അപ്പോൾ ഭൂപടങ്ങളിൽ എങ്ങനെയാണ് തോത് രേഖപ്പെടുത്തുന്നത്? പ്രസ്താവനാ രീതിയിൽ, ഭിന്നക രീതിയിൽ, രേഖാരീതിയിൽ. ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇഞ്ച്, ഫെർലോങ്, മൈൽ എന്നിവ. എന്താണ്? ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം ദൂരം ഏതെല്ലാം രീതിയിലാണ് അളക്കുന്നത്? ഇഞ്ച്, ദൂരം അളക്കുന്ന യൂണിറ്റുകളാണ് ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നിവ. മെട്രിക് സിസ്റ്റം പ്രകാരം ദൂരം അളക്കുന്ന യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. മെട്രിക് സിസ്റ്റം പ്രകാരം ദൂരം അളക്കുന്ന യൂണിറ്റുകൾ എങ്ങനെയാണ്? സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഓക്കെ, അടുത്തത് AD 1800 ഇന്ത്യയിൽ ആദ്യമായി ഭൂപട നിർമ്മാണത്തിനായി ഭൂസർവേ തുടങ്ങിയത് വില്യം ലാൻറ്റൺ ആണ്. വില്യം ലാൻറ്റൺ ആണ് AD 1800 ഇന്ത്യയിൽ ആദ്യമായി ഭൂപട നിർമ്മാണത്തിന് ഭൂസർവേ തുടങ്ങിയത്.
ഓക്കെ. എന്നാൽ ഈ ഭൂസർവേ പൂർത്തിയാക്കിയത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. ഭൂസർവേ പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് ജോർജ് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് ജോർജ് എവറസ്റ്റ് ആണ്. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരണത്തിനുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരണത്തിനുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അടുത്തത് ഭൂപടത്തിലെ സവിശേഷതകളും നിറങ്ങളും നോക്കാം. ഭൂപടത്തിൽ ഓരോ മേഖലയും ഏതെല്ലാം നിറങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. നൈസർഗിക സസ്യജാലം. നൈസർഗിക സസ്യജാലമാണെങ്കിൽ ഏത് നിറമായിരിക്കും നൽകിയിരിക്കുക? ആ ഭൂപടത്തിലെ പച്ച നിറം നൽകിയിട്ടുണ്ടാവും. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലാണ്. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് ചുവന്ന നിറത്തിലാണ്. ജലാശയങ്ങൾ, അതായത് കിണർ, കുളം, അരുവി എന്നിവയെ സൂചിപ്പിക്കുന്നത് നീല നിറത്തിലായിരിക്കും. ഓക്കെ, ഇതുവരെയുള്ള ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കൂ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ജ്യോതിശാസ്ത്ര ഭൂപടം ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ്. സൈനിക ഭൂപടം സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ചെറിയ തോത് ഭൂപടങ്ങളാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്നിവ. വലിയ തോത് ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഗ്രാമഭൂപടങ്ങൾ, അതായത് വില്ലേജ് ഭൂപടങ്ങൾ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന സമഗ്ര സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളാണ് പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം ദൂരം ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നിവ. മെട്രിക് സിസ്റ്റം പ്രകാരം ദൂരം അളക്കുന്ന യൂണിറ്റാണ് സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. AD 1800 ഇന്ത്യയിൽ ആദ്യമായി ഭൂപട നിർമ്മാണത്തിനായി ഭൂസർവേ തുടങ്ങിയത് വില്യം ലാൻറ്റൺ ആണ്. പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനും പരിശോധനയ്ക്കും പ്രസിദ്ധീകരണത്തിനുമായുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഭൂപടത്തിലെ സവിശേഷതകളും നിറങ്ങളും നോക്കാം. നൈസർഗിക സസ്യജാലത്തെ സൂചിപ്പിക്കുന്നത് പച്ച നിറം കൊണ്ടാണ്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറം കൊണ്ട്. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് ചുവന്ന നിറം കൊണ്ട്. ജലാശയങ്ങളായ കിണർ, കുളം, അരുവി എന്നിവയെ സൂചിപ്പിക്കുന്നത് നീല നിറത്തിലാണ്. അടുത്തത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, കോണ്ടൂർ രേഖകൾ. ഏതെല്ലാമാണ്? പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, കോണ്ടൂർ രേഖകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് തവിട്ട് നിറത്തിലാണ്. തവിട്ട് നിറം. അടുത്തത് തീവണ്ടിപ്പാത, അക്ഷാംശരേഖ, രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈന്, അതിർത്തി രേഖകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറത്തിലാണ്. ഒന്നുകൂടെ പറയാം. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശീയ രേഖകൾ, ടെലിഫോൺ ലൈന്, അതിർത്തികൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് കറുപ്പിലാണ്. പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ, തരിശുഭൂമി എന്നിവയെ സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തിലാണ്. ഏതൊക്കെയാണ്? പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പിന്നെയോ വറ്റിപ്പോകുന്ന ജലാശയങ്ങൾ, പിന്നെയോ തരിശുഭൂമി. ഇവയെ സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തിലാണ്. ഏത് നിറത്തിലാണ്? വെള്ള നിറത്തിലാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിലോട്ട് കടക്കാം. 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ്. ഭൂമിയുടെ പുതപ്പ് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന ബലമാണ് ഭൂഗുരുത്വ ബലം. ഭൂമിയുടെ അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന ബലം ഏതാണ്? ഭൂഗുരുത്വ ബലമാണ്. അന്തരീക്ഷ വാതകങ്ങളുടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ശതമാനമാണ് അടങ്ങിയിരിക്കുന്നത് അന്തരീക്ഷത്തിൽ എന്ന് നോക്കാം. വാതകങ്ങളും വ്യാപ്ത ശതമാനവും. വാതകങ്ങൾ നൈട്രജൻ 78.08%, നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, ഓക്സിജൻ 20.95%, ആർഗൺ 0.93%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ്
0.037%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേക്കുക. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് ആർഗൺ, നാലാമത്തത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എത്ര ശതമാനമാണ്? 0.037 ആണ്. 0.037 ആണ്. അടുത്തത് ഓസോൺ 0.01%. ഓസോൺ എത്രയാണ്? 0.01%. നിയോൺ ആണെങ്കിൽ 0.002%. ഹീലിയം ആണെങ്കിൽ 0.0005%. ക്രിപ്റ്റോൺ ആണെങ്കിൽ 0.001%. ഹൈഡ്രജൻ ആണെങ്കിൽ 0.00005%. സിനോൺ ആണെങ്കിൽ 0.00009%. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത്, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം എന്ന് പറയുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം എന്ന് പറയുന്നു. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അന്തരീക്ഷ വായു എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഭൂമിക്ക് തൊട്ട് ഭൂമിയുടെ ഉപരിതലം മുതൽ 29 കിലോമീറ്റർ അകലെ വരെയുള്ള സ്ഥലത്താണ് അന്തരീക്ഷ വായുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അന്തരീക്ഷ വായു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, അന്തരീക്ഷത്തിന്റെ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിന്റെ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്താവും? കുറഞ്ഞു വരുന്നു. സൗരതാപത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുള്ള സ്ഫടിക തലങ്ങൾ കൊണ്ടുള്ള നിർമ്മിതി അറിയപ്പെടുന്നത് ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസസ് എന്നാണ്. നമുക്ക് ഇതിൽ പറയുന്ന എല്ലാ പോയിന്റ്സ് അങ്ങ് എന്താ പറയാ, ഒരു അക്ഷരം വിടാതെ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഓർത്തിരിക്കാൻ നമുക്ക് സഹായിക്കും അല്ലെ. ഈ ഒരു പഠനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓർത്തിരിക്കാൻ സഹായിക്കും. 1-2 തവണ നമ്മളിത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് എന്നുള്ളൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എഴുതാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. PYQ വന്നിട്ടുള്ളത് PYQ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഹരിതഗൃഹങ്ങൾ? സൗരതാപത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുള്ള സ്ഫടിക തലങ്ങൾ കൊണ്ടുള്ള നിർമ്മിതിയാണ് ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയ വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. ആർക്ക്? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾക്ക് സൗരതാപനത്തെ, എന്താണ് സൗരതാപനം? സൂര്യന്റെ താപം സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. ഇത്തരം വാതകങ്ങൾ ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഇത് എന്നാണ് പറയുന്നത്. എന്താണ്? അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? അന്തരീക്ഷത്തിലെ വാതകങ്ങൾക്ക്. ഇത്തരം വാതകങ്ങൾ ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള താപനിലയെ കുറയ്ക്കാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് ഉയരുന്ന താപത്തെ എന്ത് ചെയ്യുന്നു? വലിച്ചു നിർത്തി ഭൂമിക്ക് താപം കുറയാതെ നിലനിർത്തുന്നു അല്ലെ. അതിനെ പറയുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം. അടുത്തത്, ഹരിതഗ്രഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ, നീരാവി, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗ്രഹ വാതകങ്ങളാണ്. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ, നീരാവി, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗ്രഹ വാതകങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗ്രഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന വാതകം ഏതാണ്? ഹരിതഗ്രഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇത്രയും ഭാഗം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് കടക്കുകയാണ്. അടുത്തത്, ഒരു മെട്രിക് ടൺ എന്നാൽ 1000 കിലോഗ്രാം ആണ്. ഒരു മെട്രിക് ടൺ എന്നാൽ 1000 കിലോഗ്രാം ആണ്. ഹരിതഗൃഹ വാതകങ്ങൾ കാരണം അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം. എന്താണ് ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്? എന്താണ് ആഗോളതാപനം? ഈ ഹരിതഗൃഹ വാതകങ്ങൾ കാരണം അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പൊ ഹരിതഗൃഹ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്നു, അല്ലെ? അപ്പോൾ അന്തരീക്ഷം കൂടുതൽ താപനില ഉയരുന്നു. അപ്പോൾ എന്താണ്? എല്ലായിടത്തും അന്തരീക്ഷ താപനില വർദ്ധിക്കും. അത്തരത്തിൽ ഉണ്ടാകുന്ന അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ പറയുന്ന പേരാണ് ആഗോളതാപനം. ക്ലിയർ അല്ലേ? ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ജപ്പാൻ. അപ്പൊ 1997 ജപ്പാനിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ആദ്യമായി നിലവിൽ വന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഈ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ്? 2005 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 141 രാജ്യങ്ങൾ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിച്ചു. 141 രാജ്യങ്ങൾ അംഗീകരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിലെ ഒരു പാട്ടായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PYQ തന്നെയാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന പാളിയാണ് ഓസോൺ പാളി. അപ്പോൾ ഓസോൺ പാളി എന്താ ചെയ്യുന്നത്? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന പാളിയാണ് ഓസോൺ പാളി. ഓസോൺ അതായത് O3 രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഓസോണീകരണം. ഓസോൺ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഓസോണീകരണം. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏകദേശം 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ. അതായത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ്. ഇവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അൾട്രാവയലറ്റ് ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ് സൺബേൺ, ചർമാർബുദം, അന്ധത, അകാല വാർദ്ധക്യം, സസ്യവളർച്ച, മുരടിക്കൽ, കൃഷിനാശം, കാലാവസ്ഥാ മാറ്റം, ആഹാരശൃംഖലയുടെ തകർച്ച എന്നിവ അൾട്രാവയലറ്റ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ്. ഇതൊക്കെയാണ് സൺബേണ്, ചർമാർബുദം, അന്ധത, അകാല വാർദ്ധക്യം, സസ്യവളർച്ച, മുരടിക്കൽ, കൃഷിനാശം, കാലാവസ്ഥാ മാറ്റം, ആഹാരശൃംഖലയുടെ തകർച്ച. അടുത്തത്, ഓസോൺ പാളിക്ക് തകരാറുണ്ടാകുന്ന പ്രധാന ഘടകങ്ങളാണ് ക്ലോറോഫ്ലൂറോ കാർബൺ, ക്ലോറോഫ്ലൂറോ റെഫ്രിജറേറ്ററുകൾ, AC, സ്പ്രേ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നവയാണ് ഈ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. അതുകൂടാതെ ഹലോൺ എന്ന് പറയുന്ന ഒരു പ്രധാന പദാർത്ഥവും കൂടെ എന്തിന് കാരണമാകുന്നു? ഓസോൺ പാളിയുടെ തകരാറിന് കാരണമാകുന്നു. അപ്പോൾ ഓസോൺ പാളിയുടെ തകരാറിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ. അപ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏതിൽ നിന്നൊക്കെയാണ് വമിക്കുന്നത്? ഈ ക്ലോറോഫ്ലൂറോ കാർബൺ ഉണ്ടാകുന്നത് ഒന്ന് റെഫ്രിജറേറ്റർ, AC, സ്പ്രേ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബണും അതുകൂടാതെ ഹലോൺ എന്ന് പറയുന്ന സംയുക്തവുമാണ് ഓസോൺ പാളിയുടെ തകരാറിന് കാരണമാകുന്നത്. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന വാതകങ്ങളാണ് ബ്രോമിനും ക്ലോറിനും. അപ്പോൾ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന വാതകങ്ങളാണ് ആരൊക്കെ? ബ്രോമിനും ക്ലോറിനും. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഘടകങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള നിരോധനത്തിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 വിയന്ന ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. നോക്കാം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഘടകങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള നിരോധനത്തിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തെ വാതക സംരചനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കാം. അന്തരീക്ഷത്തെ വാതക സംരചനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കാം. ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും. ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും. എന്താണ് ഹോമോസ്ഫിയർ? 90 കിലോമീറ്റർ വരെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന്
90 കിലോമീറ്റർ വരെയുള്ള അകലമാണ് ഹോമോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഹെറ്ററോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്ററിന് മുകളിലുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. അന്തരീക്ഷത്തെ വിവിധ ഉയരങ്ങളിൽ താപമനുസരിച്ച് നാലായി തിരിക്കാം. അന്തരീക്ഷത്തെ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് നാലായി തിരിക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. എന്തനുസരിച്ചാണ് തരംതിരിക്കുന്നത്? താപമനുസരിച്ച്. ഉയരങ്ങളിലുള്ള അന്തരീക്ഷത്തിലെ വിവിധ ഉയരങ്ങളിലുള്ള താപത്തെ അനുസരിച്ച് നാലായി തിരിക്കാം. ഒന്ന് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. നോക്കാം. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ ആണ്. 0 മുതൽ 13 കിലോമീറ്റർ വരെ, മധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയുള്ള ഉയരമാണ് ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കിട്ടിയില്ലേ? എന്താണ് ട്രോപ്പോസ്ഫിയർ? 0 മുതൽ 13 കിലോമീറ്റർ വരെ, മധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയുള്ള ഉയരത്തെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. കിട്ടിയോ? അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും സ്ട്രാറ്റോസ്ഫിയർ? 13 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ. 13 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്, അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നു. എന്താണ് പ്രത്യേകത? ഓസോൺ പാളി കാണപ്പെടുന്നു. സമതാപ മേഖല കാണപ്പെടുന്ന പാളിയാണ്. സമതാപ മേഖല കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുമ്പോൾ താപനിലയിൽ മാറ്റമില്ലാത്തതിനാലാണ് ഇതിനെ സമതാപ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന മേഖലയിൽ നിന്ന് ഉയർന്ന മേഖലയിലേക്ക് പോകുന്തോറും താപനിലയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? പൊതുവെ ഉയരം കൂടുമ്പോൾ താപനില കൂടി വരുന്നു. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമാണ്. അതായത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി, വായു അറകളുടെ അസാന്നിധ്യം എന്നിവ കാരണം ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ പ്രദേശമായി സ്ട്രാറ്റോസ്ഫിയർ കണക്കാക്കപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിനെ മിസോസ്ഫിയറുമായി വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനെ മിസോസ്ഫിയറുമായി വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയാലോ. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? 13 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നു. സമതാപ മേഖല കാണപ്പെടുന്ന പാളിയാണ്. പൊതുവെ ഉയരം കൂടുമ്പോൾ താപനില കൂടി വരുന്നു. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമാണ്. സ്ട്രാറ്റോസ്ഫിയറിനെ മിസോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഓക്കെ, ഇത്രയും ഭാഗം കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. മിസോസ്ഫിയർ. എന്താണ് മിസോസ്ഫിയർ? മിസോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നു. എന്താണ്? ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ. എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിനെ തെർമോസ്ഫിയറുമായി വേർതിരിക്കുന്ന മിസോപാസിലാണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത്. മിസോസ്ഫിയറിനെ തെർമോസ്ഫിയറുമായി വേർതിരിക്കുന്ന ഭാഗമാണ് മിസോപാസ് അല്ലെ. ഇവിടെയാണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത്. -80°C മുതൽ -100°C വരെ. ഉൽക്കകൾ ഘർഷണത്തിലൂടെ കത്തിച്ചാരമാകുന്ന പാളിയാണ് മിസോസ്ഫിയർ. അപ്പോൾ ഉൽക്കകൾ പതിക്കുന്നു, ഉൽക്കാപതന പ്രദേശമാണ്. അതുപോലെ തന്നെ അവിടെ തന്നെ
കത്തി ചാരമാകുന്ന പാളിയാണ് ഏത്? മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മിസോസ്ഫിയർ? 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയുള്ള അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയറിനെ തെർമോസ്ഫിയറുമായി വേർതിരിക്കുന്ന മിസോപാസ് പാസിലാണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത്. എത്രയാണ്? -80°C ടു -100°C. ഉൽക്കകൾ ഘർഷണത്തിലൂടെ കത്തിച്ചാരമാകുന്ന പാളിയാണ് മിസോസ്ഫിയർ. അടുത്തത് തെർമോസ്ഫിയർ. എന്താണ് തെർമോസ്ഫിയർ? 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ. എന്താണ്? 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപനില ഗണ്യമായി കൂടുന്നു. ഉയരത്തിനനുസരിച്ച് താപനില ഗണ്യമായി കൂടുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. വാതക തന്മാത്രകളുടെ അയോണീകരണം നടക്കുന്നു. തെർമോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗമാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗം, തെർമോസ്ഫിയറും കഴിഞ്ഞിട്ടുള്ള ഭാഗം അറിയപ്പെടുന്ന ഏതാണ്? എക്സോസ്ഫിയർ. അപ്പൊ തെർമോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗം എന്തെന്നറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെർമോസ്ഫിയറിന് മുകളിലുള്ള ഭാഗം, തൊട്ട് മുകളിലുള്ള ഭാഗം എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ അല്ലെ? അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. അപ്പോൾ എന്താണ് തെർമോസ്ഫിയർ എന്ന് നോക്കാം. 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപനില ഗണ്യമായി കൂടുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. വാതക തന്മാത്രകളുടെ അയണീകരണം നടക്കുന്നു. തെർമോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗമാണ് എക്സോസ്ഫിയർ. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. കിട്ടിയോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്ററിലോട്ട് കിടക്കാണ്. 8ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായമാണ് ഭൂമിയിലെ ജലം. 8ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ഭൂമിയിലെ ജലം നോക്കാം. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജീവൻ ആദ്യമുണ്ടായത് ജലത്തിലാണ്. ജീവൻ ആദ്യമുണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ 71% ജലമാണ്. ഭൂമിയുടെ 71% ജലമാണ്. ലവണജലം 97%. ലവണജലം 97%. ശുദ്ധജലമാവട്ടെ 3%. ശുദ്ധജലം 3%. അപ്രാപ്യമായ ശുദ്ധജലമാണ് 2.67%. അപ്രാപ്യമായ ശുദ്ധജലം 2.67%. പ്രാപ്യമായ ശുദ്ധജലം 0.33%. 0.33% പ്രാപ്യമായ ശുദ്ധജലം. ഉപരിതല ജലസ്രോതസ്സുകളാണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവ. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ, അതായത് ഭൂമിക്ക് പുറത്ത് കാണുന്നത്. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? കിണർ, കുളം, കുഴൽക്കിണർ എന്നിവ. ഇതൊക്കെയാണ് കിണർ, കുളം, കുഴൽക്കിണർ എന്നിവ ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്. ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന ചൂടുള്ള ജലമാണ് ചൂട് നീരുറവകൾ. ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന ചൂടുള്ള ജലം അറിയപ്പെടുന്നത് ചൂട് നീരുറവകൾ. മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ച എന്നറിയപ്പെടുന്നത്. മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? മരുപ്പച്ച. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യുഫറുകൾ. എന്താണ് ഈ അക്യുഫറുകൾ? മേൽമണ്ണിൽ നിന്ന് ഊർന്നു ഇറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ഈ നീരറകളാണ് അക്യുഫറുകൾ എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് എന്ന് വെച്ചാൽ ഭൂമിക്കടിയിൽ എന്തുണ്ടാവും? ജലമുണ്ടാവും. അതിന്റെ മുകളിലുള്ള ഒരു ഭാഗമാണ്, അതാണ് ജലപീഠം എന്ന് പറയുന്നത്. ജലപീഠം വളരെ താഴ്ചയിലാണെങ്കിൽ അനുയോജ്യമായത് കുഴൽക്കിണറാണ്. അതായത് ജലപീഠം വളരെ താഴ്ചയുള്ളതാണെങ്കിൽ അതിനെ ഏറ്റവും അനുയോജ്യം ഏതാണ്? കുഴൽക്കിണറാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളാണ് അരിപ്പാക്കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളാണ് അരിപ്പാക്കിണർ. കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളാണ് സുരംഗ കിണറുകൾ അഥവാ തുരങ്ക കിണറുകൾ.
കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളാണ് സുരംഗ കിണർ അഥവാ തുരങ്ക കിണർ എന്നറിയപ്പെടുന്നു. കാസർഗോഡ് ഇത് കാണപ്പെടുന്ന എവിടെയാണ്? കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലയിലൊക്കെയാണ് ഇത്തരം സുരംഗ കിണറുകൾ കാണപ്പെടുന്നത്. കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർ പൊതുവെ ഉപയോഗിക്കുന്നത് ഏതുതരം കിണറുകളാണ്? സുരംഗ കിണറുകളാണ്. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവ. അപ്പൊ ജലപീഠം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്പർശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവയാണ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ജലമാണ് എന്ത്? നീരുറവ എന്നറിയപ്പെടുന്നത്. അപ്പൊ ജലപീഠം ഭൂമിയുടെ അന്തർഭാഗത്താണ്. ഏറ്റവും താഴ്ചയിലാണെങ്കിൽ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും നമുക്ക് എടുക്കാൻ കഴിയുക? ഏറ്റവും ഭൂമിക്ക് അടിയിലുള്ള ജലപീഠമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ആ ജലം എടുക്കാനായിട്ട് കഴിയുക? കുഴൽ കിണർ വഴി അല്ലെ. എന്നാൽ ജലപീഠം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ സോഴ്സ്, ജലത്തിന്റെ സോഴ്സ് എവിടെയായിരിക്കും? നീരുറവയായിരിക്കും. നീരുറവ അതാണ് പറയുന്നത്. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവ എന്നറിയപ്പെടുന്നത്. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഗീസർ, ചൂട്, നീരുറവ എന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസർ എന്നറിയപ്പെടുന്നത്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ സ്ഥിതി ചെയ്യുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്കയിലാണ്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ എവിടെയാണ്? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണ്? അമേരിക്ക. മണികിരൺ ചൂട് നീരുറവ കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലാണ്. മണികിരൺ ചൂട് നീരുറവ എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാചൽ പ്രദേശ്. ചൂട് നീരുറവകൾക്കും ഗീസറുകൾക്കും കാരണം ജലവും മാഗ്മയും തമ്മിലുള്ള സമ്പർക്കമാണ്. ചൂട് നീരുറവകൾക്കും ഗീസറുകൾക്കും കാരണം എന്താണ്? ജലവും മാഗ്മയും തമ്മിലുള്ള സമ്പർക്കമാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ അറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ് ലാൻഡ്സ് എന്നാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ സ്ഥലം എന്ന പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചത് കർണാടകയിലെ കനകപുരമാണ്. ഇതാണ് കർണാടകയിലെ കനകപുരയാണ് വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ സ്ഥലം എന്ന പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചത്. ഓക്കെ, നിലവിൽ ഇന്ന് കേരളത്തിലെ ഒട്ടനവധി സ്ഥലങ്ങളിൽ അല്ലെ, പഞ്ചായത്തുകളിൽ പോലും ജല ATM നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, UNA കണക്ക് പ്രകാരം പ്രതിദിനം ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളുടെ അളവ് 20 ലക്ഷം ടണ്ണാണ്. 20 ലക്ഷം ടണ്ണാണ് UNA കണക്ക് പ്രകാരം പ്രതിദിനം ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളുണ്ടെന്ന് ഉള്ള കണക്ക്. കേരളത്തിലെ വാർഷിക മഴയുടെ ശരാശരി അളവ് എത്ര? കേരളത്തിലെ വാർഷിക മഴയുടെ ശരാശരി അളവ് 300 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ് കേരളത്തിലെ വാർഷിക മഴയുടെ ശരാശരി അളവ്. ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്ന മഴ 120 ഘനമീറ്റർ ആണ്. 120 ഘനമീറ്റർ ആണ് എന്നൂടെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇത്രയും ഉള്ള കാര്യങ്ങൾ, ഉള്ള പോയിന്റ്സ് വൃത്തിയായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 9ലെ ചാപ്റ്റേഴ്സ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതിലുള്ള 1-2 പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോവാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണെ, ശ്രദ്ധിക്കണേ. 9ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം സർവം സൂര്യനാൽ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നോക്കാം. കേവല ആർദ്രതയുടെ യൂണിറ്റ്. കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. ഈ കേവല ആർദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പറയാം. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരാങ്കം. എന്താണ് തുഷാരാങ്കം? അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നീരാവി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഘനീഭവിക്കും അല്ലെ, ഘനീഭവിക്കും. നീരാവിക്ക് അവിടെ തങ്ങി നിൽക്കാൻ കഴിയാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഘനീഭവിക്കും. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്ന പേരാണ് തുഷാരാങ്കം എന്ന്. എന്താണ് തുഷാരാങ്കം? അതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്, ആപേക്ഷിക ആർദ്രത. എന്താണ് ആപേക്ഷിക ആർദ്രത?
കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 അതിനൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്ന് ശതമാനത്തിൽ സൂചിപ്പിക്കുന്നതാണ് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 2 പോയിന്റ് ഓക്കെ ആയി. ഇനി അടുത്തത്, അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലേക്ക് എത്തുന്നതാണ് സബ്ലിമേഷൻ. എന്താണ്? അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥയിൽ എത്തുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഹിമകണങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു പോയിന്റ്സ് ആണ് ഇതിലുള്ളത്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി ഒരു 2 പോയിന്റ്സും കൂടി ഉണ്ട്, അതും കൂടെ പറഞ്ഞു പോവാം. മേഘങ്ങൾ പൊതുവായി 4 തിരിക്കുന്നുണ്ട്. ഓക്കെ, രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4 തിരിക്കുന്നുണ്ട്. സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, കുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. ഏതെല്ലാമാണ്? സിറസ്, സ്ട്രാറ്റസ്, കുമുലസ്, നിംബസ്. കിട്ടിയോ? സിറസ്, സ്ട്രാറ്റസ്, കുമുലസ്, നിംബസ്. അപ്പൊ സിറസ് മേഘങ്ങൾ എന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യനിലെ തൂവൽക്കെട്ട് പോലെ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതണം? സിറസ് മേഘങ്ങൾ എന്ന് എഴുതണം. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. അപ്പോൾ ഈ കനത്ത പാളികളായി കാണപ്പെടുന്ന ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഓക്കെ, കനത്ത പാളികളായി കാണപ്പെടുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുത്തത് കുമുലസ് മേഘങ്ങൾ. എന്താണ് കുമുലസ് മേഘങ്ങൾ? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ട് പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ലംബദിശയിൽ വ്യാപിക്കുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. ലംബദിശയിൽ വ്യാപിക്കുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. ഏതുപോലെ? പഞ്ഞിക്കെട്ട്, തൂവൽക്കെട്ട് പോലെ അല്ലെ, തൂവൽക്കെട്ട് പോലെ. ഓക്കെ, നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ്. അപ്പൊ ഇരുണ്ട മഴമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിംബസ് മേഘങ്ങളാണ്. ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ വിവിധ തരത്തിലുള്ള മഴകളാണ് ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി, തീരദേശ വൃഷ്ടി എന്നറിയപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള മഴകളാണ് ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി, തീരദേശ വൃഷ്ടി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സംവഹന വൃഷ്ടി. ഉച്ച തിരിഞ്ഞുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഉച്ച തിരിഞ്ഞ് ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 10ാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സുമായിട്ട് കണ്ടുമുട്ടാം. വൃത്തിയായിട്ട് ക്ലാസ്സുകൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക്